2024 LDCക്ക് വേണ്ടിയിട്ടുള്ള SCERT നിന്നുള്ള ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് കേരള ചരിത്ര ഭാഗത്ത് നിന്ന് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്, ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും, ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയത, ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും, ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇനി ലോക ചരിത്രത്തിൽ നിന്ന് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ടിൽ, ചാപ്റ്റർ 2 വിപ്ലവങ്ങളുടെ കാലം, ചാപ്റ്റർ 5 2ാം ലോകയുദ്ധവും സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയും. ഇനി കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇന്ത്യ, 7ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ലോക സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇനി ലോക ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 പ്രപഞ്ചം എന്ന മഹാത്ഭുതം, 5ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ വൻകരകളും സമുദ്രങ്ങളും, 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഭൂമി കഥയും കാര്യവും, 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം, 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങളുടെ പൊരുൾ തേടി, ചാപ്റ്റർ 7 ഭൂമിയും ജീവലോകവും, ചാപ്റ്റർ 12 സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും, 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടി, 8ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം, 10ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ്, 12ാമത്തെ ചാപ്റ്റർ ഭൂമിയിലെ ജലം, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സർവവും സൂര്യനാൽ, ചാപ്റ്റർ 2 കാലത്തിൻ്റെ കയ്യൊപ്പുകൾ, ചാപ്റ്റർ 4 ഭൂമിയുടെ കൈകളാൽ, ചാപ്റ്റർ 5 സമുദ്രവും മനുഷ്യനും, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഋതുഭേദങ്ങളും സമയവും, ചാപ്റ്റർ 2 കാറ്റിൻ്റെ ഉറവിടം തേടി, ചാപ്റ്റർ 4 ഭൂതല വിശദീകരണം ഭൂപടങ്ങളിലൂടെ, ചാപ്റ്റർ 6 ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്നുള്ളതാണ്. ഭരണഘടനാ ഭാഗത്തു നിന്ന് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെൻറ്, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ളതാണ്. ഇനി സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ വരുന്ന SCERT ടോപ്പിക്കുകളാണ്. 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ കരുതലോടെ ചെലവിടാം, 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉൽപ്പാദന പ്രക്രിയയിലൂടെ, 6ാം ക്ലാസ്സിലെ തന്നെ 12ാമത്തെ ചാപ്റ്റർ പ്രകൃതിയിലെ വരദാനം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ, 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്രങ്ങൾ, 8ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും, 10ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഭരണ സംവിധാനങ്ങൾ സുപ്രധാന നിയമങ്ങൾ സിവിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ളത് 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 തെരഞ്ഞെടുപ്പും ജനാധിപത്യവും, ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക്, ചാപ്റ്റർ 8 ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 പൊതുഭരണം, ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും,
ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ചാപ്റ്റർ 10 ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും എന്നുള്ളതാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്തു നിന്ന് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സസ്യലോകത്തെ അടുത്തറിയാം, ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ, ചാപ്റ്റർ 8 അകറ്റി നിർത്താം രോഗങ്ങളെ, ചാപ്റ്റർ 10 ജന്തുവിശേഷങ്ങൾ, 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ജീവൻ്റെ ചെപ്പുകൾ, ചാപ്റ്റർ 3 പൂവിൽ നിന്നും പൂവിലേക്ക്, ചാപ്റ്റർ 5 ആഹാരം ആരോഗ്യത്തിലേക്ക്, ചാപ്റ്റർ 6 ഒന്നിച്ചു നിൽക്കാം, ചാപ്റ്റർ 10 രൂപത്തിനും ബലത്തിനും, 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം, ചാപ്റ്റർ 4 അന്നപഥത്തിലൂടെ, ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി, ചാപ്റ്റർ 8 പ്രാണവായുവും ജീവരക്തവും, 8ാം ക്ലാസ്സിൽ നിന്ന് 1ാമത്തെ ചാപ്റ്റർ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, ചാപ്റ്റർ 2 കോശജാലങ്ങൾ, ചാപ്റ്റർ 3 വീണ്ടെടുക്കാം വിളനിലങ്ങൾ, 12ാമത്തെ ചാപ്റ്റർ തരംതിരിക്കുന്നതെന്തിന്, 8ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 13 വൈവിധ്യം നിലനിൽപ്പിന്, 14 തലമുറകളുടെ തുടർച്ചയ്ക്ക്, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകൻ, ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ, 3 ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം, ചാപ്റ്റർ 5 വിസർജന സമസ്ഥിതി പരിപാലനത്തിന്, ചാപ്റ്റർ 6 ചലനത്തിൻ്റെ ജീവശാസ്ത്രം, ചാപ്റ്റർ 7 വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും, 2ാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ വാതായനങ്ങൾ, 3ാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, 4ാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ, 5ാമത്തെ ചാപ്റ്റർ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ, 6ാമത്തെ ചാപ്റ്റർ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, ചാപ്റ്റർ 7 നാളെയുടെ ജനിതകം, ചാപ്റ്റർ 8 ജീവൻ പിന്നിട്ട പാതകൾ. ഭൗതികശാസ്ത്ര ഭാഗത്തു നിന്നും 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 മാനത്തെ നിഴൽ കാഴ്ചകൾ, ചാപ്റ്റർ 5 ഊർജത്തിൻ്റെ ഉറവകൾ, ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി, ചാപ്റ്റർ 9 ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. 6ാം ക്ലാസ്സിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ മാറ്റത്തിൻ്റെ പൊരുൾ, ചാപ്റ്റർ 4 ചലനത്തിനൊപ്പം, ചാപ്റ്റർ 7 ആകർഷിച്ചും വികർഷിച്ചും, ചാപ്റ്റർ 8 തിങ്കളും താരങ്ങളും. 7ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 2 പ്രകാശവിസ്മയങ്ങൾ, ചാപ്റ്റർ 5 വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, ചാപ്റ്റർ 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, ചാപ്റ്റർ 9 താപമൊഴുകുന്ന വഴികൾ. 8ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 8 അളവുകളും യൂണിറ്റുകളും, ചാപ്റ്റർ 9 ചലനം, ചാപ്റ്റർ 10 ബലം, ചാപ്റ്റർ 11 കാന്തികത, ചാപ്റ്റർ 18 പ്രകാശപ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, 19 ശബ്ദം. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ദ്രവബലങ്ങൾ, 2 ചലന സമവാക്യങ്ങൾ, 3 ചലനവും ചലന നിയമങ്ങളും, 4 ഗുരുത്വാകർഷണം, 5ാമത്തെ ചാപ്റ്റർ പ്രകൃതി ഊർജം പവർ, 7ാമത്തെ ചാപ്റ്റർ തരംഗചലനം. 10ാമത്തെ ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 4 പ്രകാശത്തിൻ്റെ പ്രതിപതനം, 5ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനം, 6ാമത്തെ ചാപ്റ്റർ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, 7ാമത്തെ ചാപ്റ്റർ ഊർജ പരിപാലനം. രസതന്ത്ര വിഭാഗത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ജീവജലം, 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ചേർക്കാം പിരിക്കാം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആസിഡുകളും ആൽക്കലികളും, 7ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 10 സുരക്ഷാ ഭക്ഷണത്തിലും, 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം, ചാപ്റ്റർ 5 പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, ചാപ്റ്റർ 6 രാസമാറ്റങ്ങൾ, ചാപ്റ്റർ 7 ലോഹങ്ങൾ, ചാപ്റ്റർ 15 ലായനികൾ, ചാപ്റ്റർ 16 ജലം. 9ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 1 ആറ്റത്തിൻ്റെ ഘടന, ചാപ്റ്റർ 2 രാസബന്ധനം, ചാപ്റ്റർ 3 റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും, ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ, ചാപ്റ്റർ 5 ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ, ചാപ്റ്റർ 6 അലോഹങ്ങൾ, ചാപ്റ്റർ 7 കാർബണിൻ്റെ ലോകം. 10ാം ക്ലാസ്സിൽ നിന്ന് ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ചാപ്റ്റർ 2 നിന്ന് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും,
ചാപ്റ്റർ 3 ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. ചാപ്റ്റർ 4 ലോഹനിർമ്മാണം. ചാപ്റ്റർ 5 അലോഹ സംയുക്തങ്ങൾ. അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന് 6ാം ക്ലാസ്സിലെ 5ാം ചാപ്റ്റർ വിവരസഞ്ചയത്തിലേക്ക്, 7ാം ക്ലാസ്സിലെ 6ാമത്തെ ടോപ്പിക്ക് വിവരവീഥിയിലൂടെ, 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 വിസ്മയലോകം വിരൽത്തുമ്പിൽ, 10ാമത്തെ ചാപ്റ്റർ എൻ്റെ കമ്പ്യൂട്ടർ, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 സൈബർ കുറ്റകൃത്യങ്ങൾ, ചാപ്റ്റർ 4 പ്രോഗ്രാമിംഗ്, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 നെറ്റ്വർക്കിംഗ്, ചാപ്റ്റർ 7 ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത്, ചാപ്റ്റർ 10 കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തക സംവിധാനം. ഇനി മാത്തമാറ്റിക്സിൽ നിന്ന് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 സംഖ്യാലോകം, 2ാമത്തെ ചാപ്റ്റർ വരകൾ ചേരുമ്പോൾ, 3ാമത്തെ ചാപ്റ്റർ ഭാഗം വയ്ക്കൽ, 4ാമത്തെ ചാപ്റ്റർ വൃത്തങ്ങൾ, 5ാമത്തെ ചാപ്റ്റർ ഭാഗങ്ങളുടെ സംഖ്യ, 6ാമത്തെ ചാപ്റ്റർ പരപ്പിൻ്റെ അളവ്, 7ാമത്തെ ചാപ്റ്റർ സംഖ്യയ്ക്കുള്ളിൽ, 8ാമത്തെ ചാപ്റ്റർ ഭാഗങ്ങൾ ചേരുമ്പോൾ, 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ കോണുകൾ, 2ാമത്തെ ചാപ്റ്റർ ശരാശരി, 3ാമത്തെ ചാപ്റ്റർ ഭിന്നസംഖ്യകൾ, 4ാമത്തെ ചാപ്റ്റർ വ്യാപ്തം, 5 ദശാംശ രൂപങ്ങൾ, 6ാമത്തേത് സംഖ്യകൾ, 7 ദശാംശ രീതി, 9ാമത്തെ ചാപ്റ്റർ 100ൽ എത്ര, 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വേഗത്തിൻ്റെ കണക്ക്, 8ാമത്തെ ചാപ്റ്റർ ത്രികോണമിതി, 9ാമത്തെ ചാപ്റ്റർ അംശബന്ധം, 10ാമത്തെ ചാപ്റ്റർ പണമിടപാടുകൾ, 13ാമത്തെ ചാപ്റ്റർ പുതിയ സംഖ്യകൾ എന്നുള്ളതാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ സമവാക്യങ്ങൾ, 4ാമത്തെ ചാപ്റ്റർ സർവ്വസമവാക്യങ്ങൾ, 5ാമത്തെ ചാപ്റ്റർ പണവിനിമയം, 7ാമത്തെ ചാപ്റ്റർ അംശബന്ധം, 9ാമത്തെ ചാപ്റ്റർ ന്യൂനസംഖ്യകൾ, 9ാം ക്ലാസ്സിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ ദശാംശ രൂപങ്ങൾ, 3ാമത്തെ ചാപ്റ്റർ സമവാക്യ ജോഡികൾ, 4ാമത്തെ ചാപ്റ്റർ പുതിയ സംഖ്യകൾ, 8ാമത്തെ ചാപ്റ്റർ ബഹുപദങ്ങൾ, 10ാമത്തെ ചാപ്റ്റർ രേഖീയ സംഖ്യകൾ, 11ാമത്തെ ചാപ്റ്റർ സ്തംഭങ്ങൾ, 12ാമത്തെ ചാപ്റ്റർ അനുപാതം എന്നുള്ളവയാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് 1ാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ, 3ാമത്തെ ചാപ്റ്റർ സാധ്യതകളുടെ ഗണിതം, 4ാമത്തെ ചാപ്റ്റർ 2ാം കൃതി സമവാക്യങ്ങൾ, 6ാമത്തെ ചാപ്റ്റർ സൂചക സംഖ്യകൾ, 8ാമത്തെ ചാപ്റ്റർ ഘനരൂപങ്ങൾ, 10ാമത്തെ ചാപ്റ്റർ ബഹുപദങ്ങൾ, 11ാമത്തെ ചാപ്റ്റർ സ്ഥിതിവിവരക്കണക്ക് എന്നുള്ളവയാണ്. ഇതാണ് 2024 LDCക്കുള്ള SCERT ടോപ്പിക്സിൽ നിന്ന് ചോദിക്കുന്ന പാഠങ്ങളുടെ ലിസ്റ്റ്.